അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കണവ റോസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കടായിൽ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാദ്യം ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചൊന്ന് എടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് തന്നെ സവോളയും കറിവേപ്പിലയൊക്കെ കൂടി ഒന്ന് ഈ കടായിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കാം. മസാലയുടെ പച്ചമണം പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷാക്കി വെച്ചിരുന്ന കണവ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇങ്ങനെയെല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വയ്ക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങും. അങ്ങനെ വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.